ലൈസൻസ് ഇല്ലാത്തവർ നടത്തുന്ന വെൽഡിംഗ് വർക്കുകൾ നിയമനിർമ്മാണം നടത്തി തടയണമെന്ന് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മെയ് 22-ന് കളക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദൈനംദിനം ഓരോ വർഷവും ഈ നികുതികളൊക്കെ തന്നെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ലൈസൻസ് ഫീ പുതുക്കുന്നു, തൊഴിൽ നികുതി. അതായത് ഞാൻ എന്റെ സ്ഥാപനത്തിൽ ഒറ്റയ്ക്ക് തൊഴിൽ ചെയ്യുകയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് തൊഴിലാളിയുടെ തൊഴിൽ നികുതി അടയ്ക്കണം 6 മാസത്തേക്ക് ഇത്ര കാശ് എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ ഈ അളവ് കമ്മീഷൻ, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഈ ഒരു യൂണിറ്റ് ഈ മേഖലയിൽ നിന്നും ഗവൺമെന്റിലേക്ക് ഔദ്യോഗികമായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകൾ കൊടുക്കുന്നത്. ഈ ഒരു രീതിയിലുള്ള നികുതികളും ഒരു ആനുകൂല്യവും കൊടുക്കാതെ വ്യാപകമായിട്ട് ഈ മേഖലയിലേക്ക് മറ്റൊരു വിഭാഗം കടന്നു വരികയാണ്. അത് നിയമപരമായിട്ട് തടയണമെന്നാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും ഉന്നയിക്കാനുള്ള മുദ്രാവാക്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെയ് 22-ന് അയൺ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഉടമകൾ കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്ന് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി കൃഷ്ണദാസ് പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മാർച്ച് കോഴിക്കോട്ടും സംഘടിപ്പിക്കുന്നത്. വൈദ്യുതി ചാർജ് വർധനയിൽ നിന്നും അയൺ ഫാബ്രിക്കേഷൻ യൂണിറ്റുകളെ ഒഴിവാക്കുക, മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകുന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കുക, ചെറുകിട വെൽഡിംഗ് വ്യവസായ മേഖലയെ സംരക്ഷിക്കുവാൻ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുസ്തകത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നതിനപ്പുറം കവിത ജീവിതം തന്നെയായി മാറേണ്ടതുണ്ടെന്ന് മലയാളം സർവകലാശാല രജിസ്ട്രാർ